ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെയും ഓർഡർ ഫ്ലോയുടെയും ഒരു സെറ്റിംഗ്സ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഈ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് കുറേ നാളായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞാണ് ഗോ ചാർട്ടിങ് അവർ പറഞ്ഞായിരുന്നു ഈ വീഡിയോ ഒന്ന് ചെയ്യണം, കാരണം മലയാളത്തിലുള്ള ആൾക്കാർക്ക് ഓർഡർ ഫ്ലോയും മാർക്കറ്റ് പ്രൊഫൈൽ എങ്ങനെ ഗോ ചാർട്ടിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യങ്ങളും അഡ്വാൻസ് ടൂൾസ് ആയി അതെങ്ങനെ യൂസ് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഫോക്കസ് ചെയ്യണമെന്നൊക്കെ രീതി വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ഗോ ചാർട്ടിങ്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നാളായി ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. ഡിലേഡ് ആയിപ്പോയി. നമ്മുടെ ഈ ഡെസ്റ്റിന 2025 ഈവൻ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ളൊരു ഇത് ഈവൻറ്റിന് ശേഷമുള്ളൊരു ട്രസ്റ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ മാർക്കറ്റിലൊരു ആലസ്യവും അങ്ങനെ ഉള്ളതുകൊണ്ട് മൊത്തത്തിലൊരു ഒരു കുറച്ച് ബിസി ആയിപ്പോയതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയ്ക്ക് ഡിലേ ആയിപ്പോയത്. അതുകൊണ്ട് സോറി പറഞ്ഞുകൊണ്ടാണ് ഞാൻ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ബേസിക്കലി ഗോ ചാർട്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ ഒരു നമ്മൾ ഗോ ചാർട്ടിംഗ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതൊരു ട്രേഡിംഗ് വ്യൂ പോലെയോ, അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് വ്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒരു ചാർട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂ വർക്ക് ചെയ്യുന്നത്. ഇതൊരു ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടാണ് ഈ സാധനം. ഇതേ സെയിം സാധനം നമുക്ക് ഗോ ചാർട്ടിങ്ങിൽ കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഗോ ചാർട്ടിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോം. രണ്ടും പ്ലാറ്റ്ഫോമുകളാണ്. ട്രേഡിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോംസ് മാത്രമോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അനാലിസിൻ്റെ ടൂൾസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഗോ ചാർട്ടിങ്ങും ട്രേഡിംഗ് വ്യൂ. പക്ഷേ ഗോ ചാർട്ടിങ് എന്തുകൊണ്ടാണ് ട്രേഡിംഗ് വ്യൂവിനെക്കാട്ടിയും കുറച്ചും കൂടെ നല്ല രീതിയിൽ വരുന്നതെന്ന് വെച്ചാൽ, ഗോ ചാർട്ടിങ് ഓർഡർ ഫ്ലോയും മാർക്കറ്റ് പ്രൊഫൈലും വെച്ചുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് സിസ്റ്റം വളരെയധികം ഫാസ്റ്റായിട്ടും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവർ ഈ മാർക്കറ്റിനെ പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി ചെറിയൊരു 1700 രൂപയ്ക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് ഒരു ഓർഡർ ഫ്ലോയുടെയും മാർക്കറ്റ് പ്രൊഫൈലിൻ്റെയും ചാർട്ട് ഈസി ആയിട്ടും കുറച്ചും കൂടെ റിലയബിൾ ആയിട്ട് രീതിയിൽ കിട്ടുന്ന രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അവർ കയറുമ്പോൾ തന്നെ അത് കാണുന്നവരാണ് യൂണിഫൈഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. എന്തിൻ്റെയാണ്? സൂപ്പർ ചാർട്ട് ട്രേഡിംഗ് വിത്ത് ഓർഡർ ഫ്ലോ. ആ ഒരു കാര്യത്തിലാണ് കൃത്യമായ രീതിയിലേക്ക് മാർക്കറ്റ് അവർ ഈ ഒരു ചാർട്ടിംഗ് സോഫ്റ്റ്വെയറിനെ ലക്സംബർഗ് ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് യൂഷ്വലി ഗോ ചാർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഗോ ചാർട്ടിംഗ് കയറുന്ന നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു ലോഗിൻ്റെ ഒരു പ്ലാറ്റ്ഫോം വരും. ഈ ലോഗിനകത്ത് നിങ്ങളിപ്പോൾ കയറുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും എങ്ങനെ ലോഗിൻ ചെയ്യണം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഗോ ചാർട്ടിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഗോ ചാർട്ടിംഗ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്ഗ്രേഡ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലോഗിൻ ഓപ്ഷൻ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ലോഗ് ഔട്ട് ചെയ്ത് കാണിച്ചേക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഒന്നുകൂടെ ലോഗിൻ ആയിട്ട് കയറുന്ന സമയത്ത് ഇപ്പോൾ കയറിയത് ഇതൊരു ഗോ ചാർട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് gocharting.com കയറുമ്പോൾ ആദ്യം വരുന്നൊരു വിൻഡോ നീല കളർ വിൻഡോ ആണ്. ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് ഒരു ഇതിൽ അല്ലെങ്കിൽ സൈൻ ഇൻ കൊടുക്കാം. നമുക്ക് സൈൻ ഇൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു ജിമെയിൽ ഐ ഡി അല്ലെങ്കിൽ ഗൂഗിൾ വഴിയും ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൾ അക്കൗണ്ട് വഴി ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ യൂഷ്വലി ഗൂഗിൾ അക്കൗണ്ട് വഴി. അപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നു, എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ കയറിപ്പോൾ അപ്പോൾ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണാൻ എൻ്റെ ഫോട്ടോ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്കൊരു അപ്ഗ്രേഡ് ഓപ്ഷൻ കാണും. ഈ അപ്ഗ്രേഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൊഫൈലിനെ ഓർഡർ ഫ്ലോയൊക്കെ ഓർഡർ ഫ്ലോ നിങ്ങൾക്ക് കിട്ടില്ല, പകരം മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ EOD ചാർട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് എടുക്കണം. അതാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ മാർഗം എന്ന് പറഞ്ഞാൽ NSE ഇന്ത്യ പ്രീമിയം എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം മന്ത്ലി NSE ഇന്ത്യ പ്രീമിയം എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ മന്ത്ലി നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞൊരു കോഡ് വയ്ക്കുകയാണെങ്കിൽ 20% ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്ലി പ്ലാൻ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇൻട്രൊഡക്ടറി ഓഫർ എന്ന രീതിയിൽ ഗോ ചാർട്ടിങ്ങുമായി ചേർന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതിൽ 20% ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിപ്റ്റോയും ഫോറക്സും വേണമെങ്കിൽ അതും കൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കറൻസി പ്രീമിയം കാണിക്കും 1500 രൂപ. USA-ലാണെങ്കിൽ 3000 രൂപയാണ് മന്ത്ലി നിങ്ങൾക്ക്. CME ഗ്രൂപ്പ് ഓഫ് ബണ്ടിലാണെങ്കിൽ അതിന് 3500 രൂപ. അപ്പം പ്രത്യേകിച്ച് 3500 രൂപ മന്ത്ലി ഇരിക്കും. നമുക്ക് അമേരിക്കൻ മാർക്കാണ് ഡേറ്റ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് കാര്യം. പക്ഷേ ഞാൻ കമ്മിങ് ടു ദ ഇന്ത്യൻ മാർക്കറ്റ്, നമ്മൾ ഇന്ത്യ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് പ്രീമിയം വരുന്നത് ഇന്ത്യ NSE പ്രീമിയം എന്ന് പറഞ്ഞാൽ 1499 പ്ലാനാണ്. അതിന് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും NSE പ്ലസ് MCX നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ 2499 ആണ്. MCX മാത്രം ക്ലിക്ക് ചെയ്യണമെങ്കിൽ 1150 ആണ്. ഇല്ല NSE മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു NSEയിൽ ഓപ്ഷൻസും ഫീച്ചേഴ്സും ചാർട്ട്സും മാത്രം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് 1499 എന്നൊരു പ്ലാനിലേക്ക് വരും. ഈ ഒരു BSCയും കൂടെ ഡേറ്റ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ശ്രമമാണ്. അപ്പോൾ BSC ഫ്രീ ആയിട്ട് കിടന്ന രീതിയിലേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ BSCയുടെ ഓർഡർ ഫ്ലോ നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ NSEയുടെ ആ ഓർഡർ ഫ്ലോ അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് റിയൽ ടൈം ചാർട്ടിങ് കിട്ടും, ഓർഡർ ഫ്ലോ ചാർട്ട്സ് കിട്ടും, ഓർഡർ ഫ്ലോ ഇൻഡിക്കേറ്റേഴ്സ് കിട്ടും, ടിക്ക് ബേസ്ഡ് മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോയും കിട്ടും, സെക്കൻഡ് ബേസ്ഡ് ചാർട്ട്സ് ഉണ്ട്,
ലിപി സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നത് നമ്മൾ ഏതാണ് പൈ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കൊരു കോഡിങ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ഇൻട്രാഡേ ഇഒഡി എക്സോഡി ചാർട്സ്, അങ്ങനെ പവർ പാക്ഡ് ആയ ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആയ ഒരു സിസ്റ്റമാണ് ഈ പറഞ്ഞ ഇന്ത്യ NSE പ്രീമിയം എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാനിൽ. ഞാനിപ്പം ചൂസ് ചെയ്തിരിക്കുന്നത് NSE M6 എന്നൊരു പ്ലാനാണ്. 2499 മന്ത്ലി എന്ന് പറഞ്ഞ ഈ പ്ലാനാണ് ചൂസ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം എൻ്റെ കീഴിൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% മന്ത്ലി ഓഫ് എന്ന രീതിയിലേക്കും ഇത് ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പം ഇത് നമ്മൾ കൊടുക്കുക. അപ്പം നിങ്ങൾ ആദ്യം ഇപ്പോൾ ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്ന ഈ ഒരു ഇതിനകത്ത് ഞാൻ കൃത്യമായി അത് പ്ലാനൊക്കെ എടുത്ത് കൃത്യമായിട്ട് വെച്ച കാര്യമാണ് നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും. ഇനി നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾക്ക് ആദ്യം ഒരു ഗോ ചാർട്ടിങ് ചാർട്ട്. ഇപ്പോൾ നമ്മൾ ഈ പ്രോഡക്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാം ചാർട്ട്സ്, ഓപ്ഷൻ ഡെസ്ക്, ഫോറസ്റ്റ് കലണ്ടർ, എക്കണോമിക് കലണ്ടർ, കീ മാക്രോ എക്കണോമിക്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരും. അതായത് ഈ വരാൻ 3 ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പ്രയർ, ഇമ്പാക്റ്റ്, ഹൈ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ന്യൂ ഹോം സെയിൽസ് എന്ന് വരുന്നത് May 23 വരുന്ന കഴിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഹൈ ആണ്. ഇങ്ങനെ ഒരു സിസ്റ്റം ബേസ്ഡ് ആയ ഒരു പ്രൊഫഷണൽ വേയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഇതിനെ സെറ്റ് ചെയ്താണ് ഗോ ചാർട്ടിങ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും പവർ പാക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അതിന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ഓരോരോ കാര്യങ്ങൾ അവരടുത്ത് പറയുമ്പോൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൽ ഓർഡർ ഫ്ലോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഹൈ വോളിയം ഓഡിയം നോഡും HVN ആൻഡ് LBN എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റമൊക്കെ ഇവർ ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്ത രീതിയിലേക്ക് ഒരു ഡിസ്കഷനൊക്കെ വന്നിട്ടുണ്ട്. അത് വരികയാണെങ്കിൽ എന്നെപ്പോലുള്ള ഓർഡർ ഫ്ലോ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സിന് ഈ ലെവൽ ബേസ്ഡ് ആയി ട്രേഡ് ചെയ്യുമ്പോൾ അത് വ്യക്തമായ രീതിയിലേക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അത് സെറ്റിങ്സ് ചെയ്ത് തരാമെന്നും കൂടി ഗോ ചാർട്ടിങ് ടീം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്താണ് പ്രോഡക്ട്സിൽ അത് ഇങ്ങനെ വരും. ഇപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാം. എക്കണോമിക് കലണ്ടർ എടുക്കാം. ഇങ്ങനെ കുറേ ഇൻഡിക്കേറ്റേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കമ്മ്യൂണിറ്റി ഡ്രിവൺ അനാലിസിസ് എല്ലാം ഇങ്ങനെ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഗോ ചാർട്ടിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ രീതി വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഗോ ചാർട്ടിങ്ങിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് എന്താണ് പറഞ്ഞത് ഈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ആ പ്രോഡക്ട്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം ചാർട്ട്സ്, അഡ്വാൻസ്ഡ് ടെക്നിക്കൽ അനാലിസിസ് ആൻഡ് ഓർഡർ ഫ്ലോ ചാർട്ട്സ്. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ചെയ്യും. ആൾറെഡി ഞാനത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒക്കെ വിൻഡോ ഓപ്പൺ ചെയ്ത് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാൻ ഒന്ന് മാറ്റിയത് ഈ ഒരു സാധനത്തിനെ ഞാൻ മാറ്റി ഞാനിപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ രീതിയിലേക്ക് മാറ്റിത്തരാം. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ക്യാൻഡിലിൻ്റെ രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്യാൻഡിൽ ഇതാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഇതാണ്. ഈ ഒരു 30 മിനിറ്റ്സിനൊക്കെ ഞാൻ 30 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 30 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് വ്യക്തമായ രീതിയിൽ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഞാൻ ഇതിലേക്ക് സെറ്റിങ്സിലേക്ക് യൂസ് ചെയ്യുന്ന 3-4 കാര്യങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് ആ ഒരു സെറ്റിങ്സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആസ് എ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ എന്നതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണം, എന്തൊക്കെ സെറ്റിങ്സ് നിങ്ങൾ ക്ലിയർ ആക്കിയാൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ഇതിലേക്ക് മാറ്റാമെന്ന് പറയാം. സോ ഫസ്റ്റ് നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ എടുക്കണമെങ്കിൽ ആദ്യം എങ്ങോട്ട് പോകണം? ഇപ്പോൾ നമ്മളിപ്പം കാണുന്നത് എന്താണ്? ഇതിപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഇതിപ്പോൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ നമ്മൾ ആദ്യം മാർക്കറ്റ് പ്രൊഫൈൽ ആഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ ഓളിയം അതിൽ കാണും. എന്താണ് ഓളിയം അത് കിടക്കും. ഓളിയം ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാം. ഞാൻ പക്ഷേ അത് ഓളിയം ഇൻബിൽഡ് അവിടെ കിടപ്പുള്ളതുകൊണ്ട് അതിനെ ചേഞ്ച് ചെയ്യാനൊന്നും പോയിട്ടില്ല. ആ ഒരു ഓളിയം പാർക്ക് അവിടെ കിടപ്പുണ്ട്. സോ ഫസ്റ്റ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? മാർക്കറ്റ് പ്രൊഫൈൽ എങ്ങനെ ആഡ് ചെയ്യണം, എവിടെ പോയി ആഡ് ചെയ്യണം, അതിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് സ്റ്റഡി എടുക്കുമ്പോൾ സ്റ്റഡിയിൽ ഓർഡർ ഫ്ലോ പോവുക. ഈ ഓർഡർ ഫ്ലോ പോകുന്ന സമയത്ത് ഓർഡർ ഫ്ലോ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ബാർ സ്റ്റാറ്റിക്സ്, ഡെൽറ്റ ബാർസ്, മാർക്കറ്റ് പ്രൊഫൈൽ ടിക്ക് എന്ന് പറഞ്ഞതാണ്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പം വരുന്ന ഫസ്റ്റ് ഒറ്റയടിക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വ്യക്തമായ രീതിയിലേക്ക് എന്ത് വരും? നമുക്ക് ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം ഓപ്പൺ ചെയ്ത് വരും. ഈ മാർക്കറ്റ് പ്രൊഫൈൽ അതിൻ്റെ കൂടെ ഈ ക്യാൻഡിൽ സ്റ്റിക്കും കൂടെ രീതിയിൽ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും മുകളിൽ നിങ്ങൾ ഈ NSE പ്രീമിയം NSE കാണുന്ന അടിയിൽ ക്യാൻഡിൽ സ്റ്റിക്ക് കിടക്കുന്നുണ്ട്, ഓളിയം കിടക്കുന്നുണ്ട്, മാർക്കറ്റ് പ്രൊഫൈൽ കിടപ്പുണ്ട്. വിവാപ്പിലേക്ക് ഞാൻ വരാം. വിവാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ഇതിനകത്ത് കയറി നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഈ കണ്ണ് തുറന്നിരിക്കുന്ന ഈ സാധനം കാണുന്നുണ്ടല്ലോ, കണ്ണിൻ്റെ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൈഡ് എന്ന് പറയും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഭാഗം ഒന്ന് ഹൈഡായിട്ട് പോകും. ഇതാണ് മാർക്കറ്റ് പ്രൊഫൈലിൽ ഓപ്പൺ ചെയ്ത് കാണുന്ന ഫസ്റ്റ് വരുമ്പോൾ വിൻഡോ ഓപ്പൺ ആയി വരുന്നത്. ഈ വിൻഡോയ്ക്കകത്ത് നിങ്ങൾ എന്തൊക്കെ സെറ്റിങ്സ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം, അങ്ങനെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആ ഫസ്റ്റ് ചെയ്യാനുള്ള ഏക കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് പ്രൊഫൈൽസിൻ്റെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ നിങ്ങൾ ഈ മാർക്കറ്റ് പ്രൊഫൈൽ കാണും. ആ മാർക്കറ്റ് പ്രൊഫൈലിനോട് ചേർന്ന് സെറ്റിങ്സ് എന്ന് പറയുന്നത് അത് ഈ ഹൈഡ് കാണും, അതിനപ്പുറത്ത് സെറ്റിങ്സ് കാണും, ഇപ്പുറത്ത് ഡിലീറ്റ് കാണും. ഡിലീറ്റ് ചെയ്താൽ റിമൂവ് ആയിട്ട് പോകും. പിന്നെ ഒന്നിന് വീണ്ടും ആഡ് ചെയ്യേണ്ടി വരും. ഈ സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സെറ്റിങ്സ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിക്കും. ഫസ്റ്റ് എന്താണ്?
TPO സൈസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ TPO ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് ഓട്ടോ TPO? സെഷൻ, സെക്കൻഡ് വരുന്ന സെഷൻ, ഇത് ഞാൻ ഓട്ടോ വെച്ചിട്ടുണ്ട്. തേർഡ് ബാക്ക്ഗ്രൗണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് കാണില്ല, ഞാൻ ബാക്ക്ഗ്രൗണ്ട് വച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വച്ചിട്ട് താഴെ ബോക്സ് ടൈപ്പിൽ ഡ്യുവോ കളർ വെച്ചിട്ടുണ്ട്. താഴെ ബോക്സ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഡ്യുവോ കളർ വെച്ചിട്ടുണ്ട്. ഇതിൽ ഡ്യുവോ കളർ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത്? ഞാൻ ബ്ലൂവും ഗ്രീനും മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്താണ്? ഞാൻ ബ്ലൂവും ഗ്രീനും മാത്രമേ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പല കളറുള്ള സെറ്റിങ്സ് നിങ്ങൾക്ക് മാറ്റാം, പക്ഷേ ഞാൻ ഇതിൽ ബ്ലൂവും ഗ്രീനും മാത്രമേ വെച്ചിട്ടുള്ളൂ. എനിക്കൊരു കണ്ണിൻ്റെ കാണുന്ന രീതിയിൽ എനിക്ക് ഐഡൻറ്റിഫൈ രീതിയിൽ വെച്ചിട്ടുള്ളത് അത് മാത്രമാണ്. ഇനി MP-യുടെ ഫോണ്ട് ഞാനിപ്പോൾ ഓട്ടോ ക്ലിക്ക് ചെയ്താൽ പോവും. ഞാനിപ്പോൾ ഓട്ടോ വെച്ചിട്ടുള്ളത് എനിക്ക് കുറച്ചും കൂടെ ഇതിൽ കട്ടിയായ രീതിയിൽ ഒരു നമ്മളെ കണ്ണിന് ആനന്ദകരമായ രീതിയിൽ കാണണമെന്ന് പറയുന്ന പോലെ സുഖകരമായ രീതിയിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓട്ടോ ക്ലിക്ക് വെച്ചിട്ടുണ്ട്. ഹൈഡ് ലെറ്റർ ഒന്നും ക്ലിക്ക് ചെയ്തിട്ടില്ല. സെഷൻ ഓപ്പൺ പ്രൈസോ ക്ലോസ് പ്രൈസോ വെച്ചിട്ടില്ല. സ്റ്റാറ്റിക്സ് വെച്ചിട്ടില്ല. TPO കൗണ്ട് വെച്ചിട്ടില്ല. സ്പ്ലിറ്റും വെച്ചിട്ടില്ല. താഴെ നിങ്ങൾ മാക്സിമം വിഡ്ത്ത് 75 വയ്ക്കണം. വാല്യൂ ഏരിയയുടെ പെർസെൻറ്റേജ് നിങ്ങൾ എത്ര വയ്ക്കണം? 68%. കാരണം വാല്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 68% ഓഫ് ദ ഡേ റേഞ്ചിനെ പറയുന്ന പേരാണ് വാല്യൂ ഏരിയ. 70% ഓട്ടോമാറ്റിക്കായി ഇൻബിൽറ്റ് ആയിട്ട് പറ്റും. നമ്മൾ അതെന്ത് വയ്ക്കണം? 68% രീതിയിലേക്ക് മാറ്റണം. ഇനി അടുത്ത ഞാൻ ചെയ്യുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് രണ്ട് കാര്യം. ഒന്ന് മാർക്കറ്റ് പ്രൊഫൈൽ വാല്യൂ ഏരിയ. നമുക്ക് അറിയേണ്ടത് വാല്യൂ ഏരിയ. അപ്പം ഞാൻ വാല്യൂ ഏരിയയുടെ ലോ വന്ന് വച്ചേക്കുന്നത് ഈ ഒരു പിങ്ക് കളറും അല്ല വയലറ്റ് കളറും അതിന് മുകളിൽ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ വച്ചേക്കുന്നത് പച്ച കളറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ പച്ച കളറാണ് വാല്യൂ ഏരിയ ഹൈ. ഇവിടെ കാണും വാല്യൂ ഏരിയ ഹൈ ഉണ്ട്. അതിന് താഴെ ഈ ഒരു വയലറ്റ് കളർ എന്ന് പറഞ്ഞാൽ വാല്യൂ ഏരിയ ലോയും ആണ്. അപ്പോൾ വാല്യൂ ഏരിയ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ഈ കളറിലും. താഴെ മാർക്കറ്റ് പ്രൊഫൈൽ പീപ്പോക്ക് വെച്ചേക്കുന്നത് ഞാൻ എന്താണ് ഒരു റെഡ് അല്ല, ഒരു റെഡും അല്ല, ചെറിയ റെഡ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു സെറ്റിങ്സ് ആണ് ഞാൻ ഇവിടെ മാർക്കറ്റ് പ്രൊഫൈൽ POC അതിനെയും ക്ലിക്ക് മാറ്റുക. ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാൻ മാറിയുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ ആ ഒരു സാധനം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ POC ഞാൻ ക്ലിക്ക് ചെയ്ത് അതിനെ എന്ത് ചെയ്തു? ഈ രീതിയിലേക്ക് മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ POC നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യമാണ് POCയും വാല്യൂ ഏരിയയും. ഇത് നമുക്കില്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡിങ്ങിൻ്റെ രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാർക്കറ്റ് മാറും. അതുകൊണ്ട് ഞാൻ കൃത്യമായ രീതിയിലേക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ POCയും ഇതും രണ്ടും ഞാൻ ടിക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത് ടിക്ക് വെച്ചിരിക്കുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ബാലൻസ്. ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ ഹൈ ലോയുടെ ലെങ്തിനെ അറിയാൻ വേണ്ടി നിങ്ങൾ നോക്കണമെന്ന സമയത്ത് ഇതിപ്പം ഒന്നുമില്ല. ഞാൻ ഈ ഭാഗത്ത് ഇനീഷ്യൽ ബാലൻസിനെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഞാൻ ഒരു ബ്ലൂ കളർ ക്ലിക്ക് ചെയ്തിട്ട്, അപ്പോൾ ബ്ലൂ ക്ലിക്ക് ചെയ്യുന്ന ഉദ്ദേശം എന്ന് എനിക്ക് ആ ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ ഹൈ ഇവിടെയാണെന്നും ലോ ഇവിടെയാണെന്നും അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ചെയ്ത് വെച്ചേക്കുന്നത്? ഈ ഇനീഷ്യൽ ബാലൻസ് റേഞ്ചിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഒരു തിക്നെസ്സോട് കൂടി ഒരു ബാർ ഇവിടെ ഫോം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്തൊക്കെയാണ്? നമ്മൾ ഓട്ടോ സെറ്റ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു, ഡുവോ കളർ കൊടുത്തു. എന്നതിന് ശേഷം ഡുവോ കളർ ഞാൻ വെച്ചേക്കുന്നത് എന്താണ്? നീലയും പച്ചയും. അതിനുശേഷം MP ഫോണ്ടിൻ്റെ അവിടെ നമ്മൾ ഓട്ടോ കൊടുത്തു. താഴെ വാല്യൂ ഏരിയ വന്ന് 68% വെച്ചു. അതിനുശേഷം സെക്കൻഡ് സെറ്റിങ്സിലേക്ക് വന്നു. എവിടെയാണ്? ഫസ്റ്റ് മാർക്കറ്റ് പ്രൊഫൈൽ വാല്യൂ ഏരിയ വെച്ചു, പച്ചയും വയലറ്റും കൊടുത്തു. മാർക്കറ്റ് പ്രൊഫൈൽ POC ക്ലിക്ക് ചെയ്തു, അവിടെ ഒരു ചെറിയ റെഡ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഇനീഷ്യൽ ബാലൻസ് റേഞ്ച് ക്ലിക്ക് ചെയ്തു, അവിടെ ഒരു ബ്ലൂ കളറും കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായ സെറ്റിങ്സിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് താഴേക്ക് വരുന്നത് സിംഗിൾ പ്രിൻറ്റ്. നമ്മൾ സിംഗിൾ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൊഫൈലെ സംബന്ധിച്ച് ഒരു ലെറ്റർ ഒരു പ്ലേസിൽ വന്നിട്ടുള്ളതിന് പറഞ്ഞ പേരാണ് സിംഗിൾ. പോസ്റ്റ് IBക്ക് ശേഷം ഒരു ലെറ്റർ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളെന്ത് പറയും? സിംഗിൾ പ്രിൻ്റ് എന്ന് പറയും. അപ്പോൾ സിംഗിൾ പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സിംഗിൾ പ്രിൻ്റ് നിങ്ങൾ കണ്ടല്ലോ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓഫ് ആവും നിങ്ങൾ കാണുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? മഞ്ഞ കളർ സെറ്റ് ചെയ്തു. എന്നെ സംബന്ധിച്ച് സിംഗിൾ പ്രിൻ്റ് മഞ്ഞ കളറിൽ കൊടുക്കുമ്പോൾ കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഇറച്ചി നിൽക്കുന്ന രീതിയിൽ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അത് കൃത്യമായി കൊടുത്തത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു. ഇനി നമുക്ക് നോക്കേണ്ട സെറ്റിങ്സിൽ താഴെ വരുമ്പോൾ സിംഗിൾ പ്രിൻ്റ് കഴിഞ്ഞാൽ അത് താഴെ എപ്പോഴും വരുമ്പോൾ നമുക്കിവിടെ ഈ വോളിയം പ്രൊഫൈൽ സ്റ്റൈൽസ് വരുമ്പോൾ കോമ്പോസിറ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ കൊടുക്കുക. എപ്പോഴും കോമ്പോസിറ്റ് കൊടുത്ത് വച്ചേക്കുക. ജസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഞാൻ വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഞാൻ ഓഫ് ചെയ്ത് വിടും. കാരണം ഞാൻ പ്യൂർലി മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ ആയതുകൊണ്ട് ഞാൻ വോളിയം പ്രൊഫൈൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് കൃത്യമായ രീതിയിലേക്ക് വയ്ക്കാം. ചിലർ പൂവർ ഹൈ പൂവർ ലോ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം എന്ത് ചെയ്യുക? ഇത് ക്ലിക്ക് ചെയ്താൽ പൂവർ ഹൈയും പൂവർ ലോ ഒക്കെ അവിടെ എഴുതി കാണിക്കും. ഞാനത് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് മാത്രം ആ സാധനം അൺടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് വരുമ്പം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ സെറ്റിങ്സ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നിങ്ങൾ വ്യക്തമായി കാണുക. അത് നമ്മൾ എവിടെ പോയി ആഡ് ചെയ്യണം? സ്റ്റഡിയിൽ പോവുക, ഓർഡർ ഫ്ലോ ക്ലിക്ക് ചെയ്യുക, മാർക്കറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വിൻഡോ ഓൺ ചെയ്യും. ഈ വിൻഡോയ്ക്കകത്ത് ഈ ഹൈഡ് സെറ്റിങ്സിൻ്റെ അവിടെ പോയി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തീം എടുക്കുക, ലൈറ്റ് തീം എടുത്താൽ വെള്ളയാവും,
തീം എടുത്തതിന് ശേഷം ഞാൻ എപ്പോഴും ഡാർക്ക് തീം വെച്ച് മാത്രം ട്രേഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഈ ഒരു ഡാർക്ക് തീം വയ്ക്കാൻ നിങ്ങൾ വ്യക്തമായ രീതിയിലേക്ക് സെറ്റിങ്സ് വരക്കാവുന്ന രീതിയിലേക്ക് വരാനുള്ള ചാൻസ് മാർക്കറ്റ് പ്രൊഫൈലിൽ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രൊഫൈൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രൊഫൈൽ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല. നിങ്ങൾ ആ പ്രൊഫൈലിൽ വന്ന് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നിങ്ങൾ കാണിക്കും സ്പ്ലിറ്റ് ഓർ അൺസ്പ്ലിറ്റ് പ്രൊഫൈൽ. ഇതിനെ ക്ലിക്ക് ചെയ്താൽ പ്രൊഫൈൽ സ്പ്ലിറ്റ് ആവും. എന്നാൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും ഇതിന് അൺസ്പ്ലിറ്റ് കൊടുത്താൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക അൺസ്പ്ലിറ്റ് ആവും. ഇനി പ്രൊഫൈൽ ചോദിക്കും മെർജ് ചെയ്യണം എങ്ങനെയാണ്. മെർജ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നുമില്ല. ഈ രണ്ട് പ്രൊഫൈൽ അപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്യുക റൈറ്റ്. അപ്പം മെർജ് പ്രൊഫൈൽ ടു ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ രണ്ട് പ്രൊഫൈൽ ഒരുമിച്ചായത് കണ്ടോ. ഇനി അത് അൺമെർജ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അൺമെർജ് പ്രൊഫൈലിന് കൊടുക്കുമ്പോൾ രണ്ട് സൈഡും പ്രത്യേകം മാറി. അപ്പോൾ ഈ പ്രൊഫൈൽ മെർജ് ചെയ്യുന്നതും അൺമെർജ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എപ്പോഴും പ്രൊഫൈൽ മെർജ് ചെയ്യുന്നത് ഒരു റേഞ്ച് എസ്റ്റാബ്ലിഷ് ആയി മാർക്കറ്റ് വരികയാണെങ്കിൽ ആ റേഞ്ച് എത്രയാണ്, മാർക്കറ്റിൻ്റെ തീവ്രത എത്രയുണ്ട്, ബ്രേക്ക്ഔട്ട് വന്നാൽ എങ്ങനെ പോകും എന്നൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി 80% റൂൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മോസ്റ്റ് ഓഫ് ദ മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ യൂസ് ചെയ്യുന്ന സെറ്റപ്പാണ് ഈ പ്രൊഫൈലിനെ മെർജ് ചെയ്യുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവർക്കറിയണം. ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് നോക്കിയോ, നിങ്ങൾ നോക്കി 24,358 25,120 ഇടയ്ക്കുള്ള ഈ ഒരു റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റി. എത്രയാണ് കൃത്യം പറഞ്ഞാൽ 12 മെയ് തൊട്ട് ഇതുവരെ ബാങ്ക് നിഫ്റ്റി ഈ റേഞ്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രൊഫൈൽ മൊത്തം മെർജ് ചെയ്യണമെങ്കിൽ ഒരു എക്സാക്ട്ലി ഒരു POC കാണും. അതിന് റേഞ്ച് POC കാണും. മെർജ്ഡ് പ്രൊഫൈലിലെ POC കാണാൻ പറ്റും. മെർജ്ഡ് പ്രൊഫൈലിലെ വാല്യൂ ഏരിയ ഹൈയും ലോയും അറിയാനും അതിനിടയ്ക്ക് കിടന്ന് മാർക്കറ്റ് കളിക്കുകയാണെങ്കിൽ ബസ് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഈ സ്പോട്ട് കരമന തമ്പാനൂർ എന്ന് പറഞ്ഞ ആ റൊട്ടേഷനിലേക്ക് ബസ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ രീതിക്ക് ട്രേഡ് ചെയ്യാനുള്ള രീതി സെറ്റപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി പലരും യൂസ് ചെയ്യാറുണ്ട്. ഞാനത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് കാണിച്ചു തരുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. പ്രൊഫൈൽ മെർജ് എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യുന്നത്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് പ്രൊഫൈൽ മെർജ് ലെഫ്റ്റ്. ഇനി അൺമെർജ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അൺമെർജ് പ്രൊഫൈൽ. ഓക്കെ. ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, പ്രൊഫൈൽ ഇഷ്ടമുള്ള പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ അറിയാൻ പറ്റും എക്ക് മോൾ ബി, ബിക്ക് മോൾ അടുത്ത് സി, സിക്ക് മോൾ ഡി, പിന്നെ മാർക്കറ്റ് ഒന്നും പോവാതെ ആ ഭാഗത്ത് കിടന്ന് കളിച്ച്. ഇതിന് വേണമെങ്കിൽ അൺസ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക അൺസ്പ്ലിറ്റ്. ആ ഒരു ക്ലിക്ക് തന്നെ കൊടുത്താൽ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പ്യൂർലി ഒരു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സും ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റിങ്സും ഈ രീതിയാണ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ സെക്കൻഡ് സെഷനായ ഓർഡർ ഫ്ലോയിലേക്ക് കിടക്കാം. ക്ലിയർ ആവുന്നല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫ്രഷ് ഒന്നും കൂടെ ഒരു വീഡിയോ എടുക്കുന്നു. ചാർട്ട്സ് ക്ലിക്ക് ചെയ്തു. ചാർട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് ഞാൻ ഇതൊക്കെ എന്നുള്ള മാർക്കറ്റ് പ്രൊഫൈലും ഈ VWAP എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം വയ്ക്കുന്നു. ഇപ്പോൾ ഇപ്പോഴും മാർക്കറ്റ് പ്രൊഫൈൽ ഓഡിയോ വരുന്ന സമയത്ത് എനിക്ക് വീക്കിലിയേ വരുന്നുള്ളൂ. നിങ്ങളൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സിൻ്റെ 5 മിനിറ്റ്സ് ചാർട്ടിലേക്ക് മാറ്റുക. ഓർഡർ ഫ്ലോ ഇതാണ് പ്യൂർലി ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു പാറ്റേൺ. എന്താണ് ഓർഡർ ഫ്ലോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എക്സ്റേ ഓഫ് എ ക്യാൻഡിലിനെ പറയുന്ന പേരാണ് ഓർഡർ ഫ്ലോ. ഇൻസൈഡ് ദ ക്യാൻഡിൽ എത്ര ബൈ എത്ര സെല്ല് ഇതൊക്കെ നടന്നിരിക്കുന്ന അറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സെറ്റിങ്സ് ആണ് എന്താണ് ഓർഡർ ഫ്ലോ സെറ്റിങ്സ്. ഈ ഗോ ചാർട്ടിനകത്ത് ഓർഡർ ഫ്ലോ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ വ്യക്തമായി പറയാം. അതിൽ എന്തൊക്കെ സെറ്റിങ്സ് നിങ്ങൾ കൊടുക്കണം. പലരും പറയും എനിക്ക് കാണുന്നത് വോളിയം ലോട്ടായിട്ട് കാണുന്നില്ല, നമ്പർ ഓഫ് കോൺട്രാക്ട് ടോട്ടൽ വാല്യൂ വാല്യായിട്ട് കാണിക്കുന്നത് എനിക്ക് ലോട്ടായിട്ടൊക്കെ കാണണം, അതിനെന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പലരും പറയാറുണ്ട്. അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ആയിക്കാം. അപ്പം ഓർഡർ ഫ്ലോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും അതിൻ്റെ കൂടെ നിങ്ങൾ കുറേ ആഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതും കൂടെ ഞാനൊന്ന് വ്യക്തമായ രീതിയിലേക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ നേരെ എവിടെ പോകുന്നു, വീണ്ടും സ്റ്റഡിയിലേക്ക് പോകുന്നു. സ്റ്റഡിയിലേക്ക് പോയതിനു ശേഷം ആദ്യം ഇതെന്ത് ചെയ്യുന്നു, ഓർഡർ ഫ്ലോയ്ക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ബാർ സ്റ്റാറ്റിക്സ് അതിനാദ്യം കൊടുക്കുന്നു. ബാർ സ്റ്റാറ്റിക്സ് ഇവിടെ ക്ലിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഈ ക്യാൻഡിൽ സ്റ്റിക്കിന് പകരം ചാർട്ട്സ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചാർട്ട്സ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ നേരെ പോവുക ഇംബാലൻസ്. ഈ ഓർഡർ ഫ്ലോ പറയുന്ന ഈ ഗോ ചാർട്ടിങ്ങിൽ അതിനെ പറയുന്ന പേരാണ് ഇംബാലൻസ്. ഈ ഇംബാലൻസിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലസ്റ്റർ സ്റ്റാർട്ടിംഗ് നോട്ട് സപ്പോർട്ട് നിഫ്റ്റി. ഞാൻ സ്പോട്ട് എടുത്തുകൊണ്ടാണ് ഈ സ്പോട്ടിൽ സപ്പോർട്ട് ചെയ്യാത്തത്. നമ്മൾ സ്പോട്ട് മാർക്കറ്റിൽ ഓർഡർ ഫ്ലോ വർക്ക് ഇല്ല, അറിയാമല്ലോ. അപ്പോൾ ഫ്യൂച്ചേഴ്സ് നിഫ്റ്റി ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പം ഈ 5 മിനിറ്റ്സ് ക്ലിക്ക് ചെയ്തു, സാധനം ഇങ്ങനെ വന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ഫ്ലോ ഇവിടെ താഴെ കാണിക്കും, ഡെൽറ്റ കിടക്കുന്നു. നമുക്ക് ഇങ്ങനെ ഓളിയത്തിൻ്റെ ബാർ, ഞാൻ ഓളി ഒന്ന് മറച്ച് വയ്ക്കാം, ഇങ്ങനെ കിടക്കുന്നു. ഓളി നമുക്ക് ആവശ്യമില്ല. എന്ത് ചെയ്യുക, ചാർട്ട്സിൽ പോവുക, ഇംബാലൻസ് ആക്കുക. എന്നിട്ട് ഒരു കാര്യം ആഡ് ചെയ്യുക. എന്നിട്ട് സ്റ്റഡിയിൽ പോവുക, ഓർഡർ ഫ്ലോ ക്ലിക്ക് ചെയ്യുക, ബാർ സ്റ്റാറ്റിക്സ് ആഡ് ചെയ്യുക. ഇത്രയും കാര്യമാണ്. ഫസ്റ്റ് ബാർ സ്റ്റാറ്റിക്സ് ആഡ് ചെയ്യുക, പിന്നെ ഇതിന് ശേഷം ചാർട്ട്സ് ക്ലിക്ക് ചെയ്യുക. ചാർട്ട്സിനകത്ത് ക്യാൻഡിൽ സ്റ്റിക്കായിട്ടും കിടക്കുന്നത്, ക്യാൻഡിൽ സ്റ്റിക്കിന് പോലെ നമ്മൾ എന്ത് മാറ്റുക, അതിനെ ഇംബാലൻസിലേക്ക് മാറ്റുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്കെല്ലാം ഓർഡർ ഫ്ലോ ഇങ്ങനെ 1.6K ഇങ്ങനെ രീതിയിൽ കിടക്കുന്നതൊക്കെ നിങ്ങൾ വ്യക്തമായ രീതിയിൽ കാണാം. ഇതാണ് നമ്മളെ നിഫ്റ്റിയിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറേ കാര്യങ്ങൾ കോട്ട് ഹൈ കോട്ട് ലോ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. എന്തൊക്കെ സെറ്റിങ്സ് നിങ്ങൾ യൂസ് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം,
ഇതാണ് ഓർഡർ ഫ്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാമോ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബയർ, സെല്ലർ, റൈറ്റ് സൈഡിൽ കാണുന്ന ബയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ രീതിയിൽ ഇതിൽ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ എന്തൊക്കെ സെറ്റിങ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. ആദ്യം എന്ത് ചെയ്യുക, നേരെ ഇംബാലൻസിൻ്റെ അവിടെ പോവുക. ആ കണ്ണിൻ്റെ അവിടെ കണ്ണ് പറഞ്ഞാൽ ഇത് പോവും. കണ്ണ് കൊണ്ടാ അവിടെ ആദ്യം ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തു. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആദ്യം ഓപ്പൺ ചെയ്തു. കാൻഡിൽ സ്റ്റിക്ക് ഷോയാണ്, നടുക്ക് കാൻഡിൽ സ്റ്റിക്ക് കാണുന്നുണ്ട്. ഇപ്പുറത്ത് സാൻഡ്വിച്ച് വെച്ചതുപോലെ ലെഫ്റ്റ് സൈഡിൽ സെല്ലറും റൈറ്റ് സൈഡിൽ ബയറും നിൽക്കുന്ന രീതിയിൽ വരുന്നു. ഇനി വരുന്നത് നമുക്ക് നോക്കേണ്ടത് ലാസ്റ്റ് വാല്യൂ കിടപ്പുണ്ട്, ഷോ ക്ലസ്റ്റർ. അത് വേണം. പ്രൊഫൈൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഷോ പ്രൊഫൈൽ അൺഫിനിഷ് ചെയ്യുക, ഓട്ടോ ഫോൺ സൈറ്റ് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ഇംബാലൻസിൻ്റെ കാൽക്കുലേഷൻ മിനിമം 200% ഇൻബാലൻസിന് വെച്ചെങ്കിൽ മാത്രമേ അവിടെ ഒരു ഇൻബാലൻസിൻ്റെ ക്ലസ്റ്റർ വരുള്ളൂ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ഓറഞ്ച് ഈ മഞ്ഞ കളറിലൊക്കെ മാർക്ക് ചെയ്ത് കാണുന്ന സ്ഥലത്തിനെ പറഞ്ഞ പേരാണ് യെല്ലോയിഷ്, ഓറഞ്ച് കളർ, യെല്ലോയിഷ് ഒരു ഓറഞ്ച് കളർ ഈ അവിടെയൊക്കെ നിങ്ങൾ കാണുന്നത്, അതിനൊക്കെ പറഞ്ഞ പേരാണ് എന്താണ് ഇംബാലൻസ്. ഇംബാലൻസിലൂടെ ഞാൻ യൂസ് ചെയ്യുന്നത് 300% ആണ്. ഇതിൽ 200% മിനിമം വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ സെറ്റിങ്സിൽ ഇംബാലൻസ് ഞാൻ വച്ചേക്കുന്നത് 200% ആണ്. അത് ക്ലിയർ ആയല്ലോ, അത് വെച്ചു. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് വരില്ല, പക്ഷേ നമുക്ക് അതിനെ സംബന്ധിച്ച് ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയി വെച്ചേ പറ്റൂ. ഇത്രയും കാര്യങ്ങൾ വയ്ക്കുക. പിന്നെ താഴെ വരുന്ന POC, പോയിന്റ് ഓഫ് കൺട്രോൾ ഓഫ് ചെയ്താൽ POC വരും. POCയുടെ സ്ഥാനത്ത് ഇവിടെ ഒരു മാർക്ക് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കളറിനെ മാറ്റിയിട്ട് ഒരു യെല്ലോയിഷ് കളറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ POC ഏരിയ. POC ആയിട്ട് അറിയാം, പച്ചയോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് കണ്ണിന് കാണാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും കളർ മാറ്റി വെച്ചാൽ POC വ്യക്തമായി വരും. ഞാനിപ്പോൾ അത് യെല്ലോയിഷാണ് വച്ചേക്കണം. കുറച്ചും കൂടെ ബ്ലാക്കിൽ ഒരു യെല്ലോയിഷ് സ്ക്രീൻ സിസ്റ്റം കാണാൻ വേണ്ടി ഞാനത് യെല്ലോയിഷ് വെച്ചിട്ടുണ്ട്. അതിന് താഴെ POC കണ്ടു. ഇപ്പോൾ POC മാർക്ക് ചെയ്താൽ അത് പോകും. യെല്ലോയിഷ് POC ക്ലിക്ക് ചെയ്യുമ്പോൾ POC കാണിക്കും. ഓരോ ക്യാൻഡിലിനെയും POC വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ആവശ്യമുണ്ട്. അത് മാർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ POC മാർക്കർ വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ആ ഭാഗത്തിൽ നമ്പർ, ആ വോളിയത്തിന് പകരം വേറെ നമ്പർ മാത്രം കാണിക്കും. അത് മാർക്കായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ വോളിയം POC വെക്കേണ്ട ആവശ്യമില്ല. ആ വോളിയം POC രണ്ടും സെയിം ആണ്. വോളിയം POCയും മറ്റേ POC എല്ലാം സെയിം ആയതുകൊണ്ട് അത് വ്യക്തമായ രീതിയിലേക്ക് വയ്ക്കുക. പിന്നെ നമുക്ക് പ്രീവിയസ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ POC മാത്രമേ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ക്ലിക്കൊന്നും ചെയ്തിട്ടില്ല. താഴേക്ക് വന്ന് വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് VWAP മാർക്ക് ചെയ്യാം. പക്ഷേ ഞാൻ VWAP മാർക്ക് ചെയ്യുന്നില്ല. കാരണം VWAP ഞാൻ ആൾറെഡി ലൈൻ വരച്ച് കാണിക്കുന്നതുകൊണ്ട് ഞാൻ VWAP യൂസ് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ കോട്ട് എന്നൊരു സാധനമുണ്ട്. ടോപ്പ് കോട്ട് ഹൈയിലും കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്മിറ്റ്മെൻറ്റ് ഓഫ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ യൂട്യൂബിനകത്ത് അതിനെക്കുറിച്ചുള്ള വീഡിയോ കിടപ്പുണ്ട്. ഡെൽറ്റയും കോട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞത് വ്യക്തമായ രീതിയിൽ ഞാൻ പറഞ്ഞ വീഡിയോയിൽ കിടപ്പുണ്ട്. നിങ്ങളത് കാണുക. ആ വീഡിയോയിൽ കിടക്കുമ്പോൾ കോട്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് ബൈ മൈനസ് ഡെൽറ്റ അല്ല, പകരം ഡെൽറ്റ അറ്റ് ഹൈ അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ അറ്റ് ലോ. ഈ ഡിഫറൻസ്, അതായത് അഗ്രസീവായിട്ടുള്ള പ്ലേയേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കോട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ട് ഉപയോഗിക്കാതിരിക്കാം. പക്ഷേ ഞാനിത് കോട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കോട്ട് ഇത് വച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഒരു അൺഫിനിഷ്ഡ് ഓപ്ഷൻ UFA, അത് എപ്പോഴും മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. UFA മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം ഓപ്ഷൻ ഫിനിഷ് ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു കളറിൽ വരും. നിങ്ങളത് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് കിടക്കാം. ഇല്ല, ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ അൺഫിനിഷ്ഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞ സാധനം ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ റൂമിലും എൻ്റെ മെൻറ്റർഷിപ്പിലും എൻ്റെ ലൈവ് ട്രേഡിംഗ് റൂമിലും എൻ്റെ ട്രേഡിംഗ് ഫ്ലോറിലെല്ലാം ഞാൻ UFA അല്ല ഫോളോ ചെയ്യുന്നത്, UFB ആണ്. UFA എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ 0 വന്ന് മറു സൈഡിൽ 2 നമ്പർ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൽ 126 × 10 2 × 4 ഇതാണ് ഒരു UFB. എന്നെ സംബന്ധിച്ച് ദിസ് ഈസ് കാൾഡ് UFB, അൺഫിനിഷ്ഡ് ബിസിനസ് ക്യാൻഡിൽ. പകരം നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ഒരു UFB നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇതുണ്ടോ 74 × 7 0 × 18. അപ്പോൾ എന്നെ സംബന്ധിച്ച് ദിസ് ഈസ് കാൾഡ് അൺഫിനിഷ്ഡ് ഓപ്ഷൻ. ഇവിടെ മുകളിൽ 0ക്ക് നമ്പറിന് പോലെ ഒരു സൈഡ് ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും 0, ഏതെങ്കിലും ഒരു സൈഡിൽ 0 വന്ന് ഒരു മറു ക്യാൻഡിൽ സൈഡ് തലയ്ക്കൽ ഒരു നമ്പേഴ്സും വരുന്നു. ഇതിനെ പറഞ്ഞ പേരാണ് അൺഫിനിഷ്ഡ് ഓപ്ഷൻ. അപ്പോൾ ഗോചാർട്ടിങ്ങിൻ്റെ സെറ്റിങ്സ് പ്രകാരം അൺഫിനിഷ്ഡ് ഓപ്ഷൻസ് മാത്രമേ ഇവർ മാർക്ക് ചെയ്യുന്നുള്ളൂ, അൺഫിനിഷ്ഡ് ബിസിനസ്സിനെ മാർക്ക് ചെയ്യില്ല. നമ്മളെ ട്രേഡ് ഫ്ലോറിലും മെൻറ്റർഷിപ്പിലും നമ്മൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അൺഫിനിഷ്ഡ് ബിസിനസ്സിൻ്റെ ട്രാക്കിംഗ് ആണ്. ഇതും ഒരു ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഡിഫാൾട്ട് സെറ്റിങ്സ് ആയിട്ട് മാർക്കറ്റ് ഓർഡർ ഫ്ലോയ്ക്കായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഓർഡർ ഫ്ലോ എടുക്കാൻ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ചാർട്ട്സ് പോവുക. ഈ ക്യാൻഡിൽ സ്റ്റിക്കിന് പകരം ഇംബാലൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. അവിടെ നമ്മൾ സെറ്റിങ്സ് എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഷോ ക്ലിക്ക് ചെയ്യുന്നു, ലാസ്റ്റ് വാല്യൂ, ഷോ ക്ലസ്റ്റർ ക്ലിക്ക്, ആട്ടോ ഫോണിൽ ക്ലിക്ക്, ഇംബാലൻസ് 300 വയ്ക്കുന്നു. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് വീണ്ടും റൈറ്റ് ക്ലസ്റ്ററിന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ POCക്ക് മാത്രം മഞ്ഞ വര കൊടുക്കുന്നു. പിന്നെ വേറെ ഒന്നും കൊടുക്കുന്നില്ല, ബാക്കിയൊന്നും കൊടുത്തില്ല. പകരം പിന്നെ താഴെ വരുമ്പോൾ കോട്ട് മാർക്കർ ക്ലിക്ക് ചെയ്യുന്നു, ടോപ്പ് ഓൺ ഹൈ വയ്ക്കുന്നു. അതിനുശേഷം അൺഫിനിഷ്ഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രം ബേസിക് ആയിട്ടുള്ള കാര്യം.
പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അടുത്ത താഴേക്ക് വരുന്നതിൽ ബാർ സ്റ്റാറ്റിക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാർ സ്റ്റാറ്റിക്സ് താഴെയാണ് ഓപ്പൺ ആവുന്നത്. അതിന് നമ്മൾ സെറ്റിങ്സ് ചെയ്യണം. അത് എന്തൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രേഡ്സ് നമുക്ക് വേണ്ട, പകരം എനിക്ക് വേണ്ടത് ഇതൊക്കെ വോളിയം വരുന്നുണ്ട്. താഴെ നമ്മൾ വരുന്ന സമയത്ത് വോളിയത്തിന് താഴെ പിന്നെ അടുത്ത വരുന്ന ഡെൽറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഡെൽറ്റ വേണ്ട ആവശ്യമില്ല, ക്യുമുലേറ്റീവ് ഡെൽറ്റ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കോട്ട് ഹൈ കൊടുത്തു, കോട്ട് ലോയും കൊടുത്തു. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ VWAPും കൊടുത്തു, പിന്നെ പോയിന്റ് ഓഫ് കൺട്രോളും കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ക്ലിക്ക് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറ്റിക്സ് നമ്മൾ ഇവിടെ തന്നെ ഓപ്പൺ ആവും. ഈ ബാറിൽ ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ ബാറിൻ്റെ POC 24,890 കണ്ടോ. അതിന് താഴെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ റൈറ്റ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം POC, VWAP, കോട്ട് ഹൈ, കോട്ട് ലോ, ക്യുമുലേറ്റീവ് ഡെൽറ്റ വോളിയം. ഇത്രയും കാര്യങ്ങൾ ഇതിൽ തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് രീതിയിൽ ഇതിനെ ഫോളോ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകും. ബാക്കി പിന്നെ മാക്സിമം ഡെൽറ്റ ത്രെഷോൾഡ് 3 ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഡെൽറ്റ ത്രെഷോൾഡ് 25% ക്ലിക്ക് ചെയ്ത് ഇത്രയും മാത്രം. അപ്പോൾ എന്താ ക്ലിക്ക് ചെയ്ത് VWAP, പോയിന്റ് ഓഫ് കൺട്രോൾ, കോട്ട് ലോ, കോട്ട് ഹൈ, ക്യുമുലേറ്റീവ് ഡെൽറ്റ, പിന്നെ ഇത്രയും കാര്യങ്ങൾ, പിന്നെ ഒരു വോളിയം, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ക്ലിക്ക് ചെയ്ത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഇതിൻ്റെ കാര്യം. പിന്നെ പലരും ചോദിക്കും സാറേ ലോഡ് സൈസ് എങ്ങനെ മാറ്റാം, എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇതിപ്പം വോളിയം കാണുന്ന ലോട്ടല്ലല്ലോ, പകരം വേറെ രീതിക്കല്ലേ കിടക്കണം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരെ പോവുക, റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ ബൈ സൈഡിൽ അവിടെ ഒരു സെറ്റിങ്സ് കാണും. ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കാണുന്നത് ഈ ഓർഡർ ഫ്ലോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓർഡർ ഫ്ലോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഓട്ടോ മോഡ് ഇതായിരിക്കും. ബാക്കി ഫോർമാറ്റ് വോളിയം ബാക്കിയുള്ള കണ്ട ഇവിടെയൊക്കെ എല്ലാം 10.3K, 18K ഇതെല്ലാം കിടക്കുകയല്ലേ. ഈ ഫോർമാറ്റ് വോളിയം ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറും. ഓട്ടോ ലോഡ് സൈസ് കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലോട്ടിൻ്റെ കാര്യത്തിലും വരും. ഇവിടെ കണ്ടാൽ നിങ്ങൾ ഈ ഓട്ടോമാറ്റിക് ലോഡ് സൈസ് കൊടുക്കാതെ 1.13 മില്യൺ ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്നാണ് ടോട്ടൽ വാല്യൂ കാണിക്കുന്നത്. അതിന് പകരം നിങ്ങൾ ഈ ഓട്ടോ ലോഡ് സൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ നോക്ക് ഇവിടെ 4.4K കാണിക്കുന്ന സാധനത്തിൽ ഇപ്പോൾ എന്തായി മാറി, 15 ലോഡ്സാണ്. ആ ലോട്ടായിട്ട് അതങ്ങ് മാറി. അതിൻ്റെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം ആ കുന്നും കുറച്ചൊക്കെ മാറിക്കൊണ്ട് ഒരു പ്യുവർലി ഒരു ലോട്ട് സൈസിൽ 14.47 14,000 ലോട്ട് ഫ്രഷ് ബൈങ് കൃത്യമായ രീതിയിലേക്ക് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി ഇനി പവർ ട്രേഡ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓട്ടോ മോഡ് ഇവിടെ പോകണം. ഫസ്റ്റ് നേരെ ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മണ്ടയ്ക്ക് പോയിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, ഓർഡർ ഫ്ലോ ക്ലിക്ക് ചെയ്യുക, ഓട്ടോ മോഡ് ആളുടെ കിടക്കുണ്ടാവും, ഫോർമാറ്റ് വോളിയം ക്ലിക്ക് ചെയ്യുക, ഓട്ടോ ലോഡ് സൈസ് ക്ലിക്ക്. ഇത്രയും മാത്രം സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോയുടെ പക്കാ സെറ്റിങ്സിലേക്ക് മാറി വന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഓർഡർ ഫ്ലോ യൂസ് ചെയ്യണം, എങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ജിമെയിൽ വെച്ച് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഇത് ചെയ്യാം. പിന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ 5 മിനിറ്റ് ചാർട്ട് യൂസ് ചെയ്യുന്നവരും ഒരു സമയം 15 മിനിറ്റ് ചാർട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ ട്രേഡ് ചെയ്യുന്ന 5 മിനിറ്റ്സിൻ്റെ ഓർഡർ ഫ്ലോ ഗോ ചാർട്ടിങ്ങിലിട്ട് 15 മിനിറ്റ്സിൻ്റെ ബേസ് ആയിട്ട് വയ്ക്കാറുണ്ട്. ഒരേ ചാർട്ട് എങ്ങനെ രണ്ടെണ്ണത്തിൽ വരും നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ട ഏറ്റവും ഡൗൺവേർഡിൽ ഇവിടെ ഫുൾ ചാർട്ടിനപ്പുറത്ത് 2 കോളം ഉണ്ട്. ആ 2 കോളം അതിൻ്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര സെറ്റിങ്സ് വേണോ മാറ്റുന്ന രീതിയിൽ സിങ്ക്രോണൈസ് ടൈം വരെ എല്ലാ സെറ്റിങ്സ് രീതിയിൽ മാറ്റുന്ന രീതിയിൽ മുമ്പ് വയ്ക്കുക. അപ്പോൾ ഇവിടെ എന്ത് ക്ലിക്ക് ചെയ്യുക, 2 കോളം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 2 ചാർട്ട് ഓപ്പൺ ചെയ്ത് വരും. ഒന്നിൽ നിങ്ങൾക്ക് 5 മിനിറ്റ്സ്, ഇവിടെയും 5 മിനിറ്റ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇതിനെ 5 മിനിറ്റ്സ് ആക്കുക. അല്ലെങ്കിൽ ഇവിടെ 15 മിനിറ്റ്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 15 ഇത് 5 കണ്ടോ. ഇത് 15 മിനിറ്റ്സ് ചാർട്ടിലേക്ക് വന്നു. ഇതിനെന്ത് ചെയ്തു, ഈ സാധനം ഇത് 15 മിനിറ്റ്സ് ചാർട്ടാണ്. ഇത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെന്താണ്, ഇത് 5 മിനിറ്റ്സ് ചാർട്ടുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 15 വന്നു, 5 വന്നു. 5 ബേസ് ചെയ്യുക, 15 നിങ്ങൾക്ക് ബേസ് ചെയ്യാം. അതേപോലെ നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈലിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് 2 ചാർട്ട് നിങ്ങൾ കോളം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് പകരം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബാങ്ക് നിഫ്റ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റി വന്നു, ഇവിടെ നിഫ്റ്റി വന്നു. ഇതിന് ക്ലിക്ക് ചെയ്യുക, ഇവിടെ നിഫ്റ്റി ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിഫ്റ്റിയും വന്നു, ഇപ്പുറത്ത് ബാങ്ക് നിഫ്റ്റി വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും പകരം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേറെ വല്ല മാർഗവും നിങ്ങൾക്ക് വേണമെന്നാണ്. 2 ചാർട്ടായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. 2 ചാർട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്താണ് ബാക്കി പക്ക കൃത്യമായ രീതിയിലേക്ക് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചാർട്ടായിട്ട് യൂസ് ചെയ്യാം. ഒരേ സമയത്ത് 2 ഓർഡർ ഫ്ലോയും മാർക്കറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്യാം. ഇങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാമോ അതെല്ലാം ഈ ഗോ ചാർട്ടിങ് വഴി സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ബൈയും സെല്ലും ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ബൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ ബ്രോക്കറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇവിടെ കൃത്യമായി നിങ്ങൾക്ക് അറിയാം. ബ്രോക്കേഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി ഈ ബ്രോക്കേഴ്സിന് അറിയാൻ പറ്റും. ഇതിലൊരു ഡെമോ ആണ് കാണിക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ ബ്രോക്കർ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പം ബ്രോക്കർ കണക്ഷനൊക്കെ ആണെങ്കിൽ സെറോദയുണ്ട്, സ്റ്റോക്സ് ഉണ്ട്, ധൻ ഉണ്ട്,
ഇങ്ങനെയുള്ള പല ബ്രോക്കേഴ്സും നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം കണക്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കണക്ട് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തവരെ അറിയാൻ പറ്റില്ലല്ലോ. സോ ഇതിനകത്ത് പല ബ്രോക്കറും കണക്റ്റഡ് ആയിട്ട് ഇപ്പം ഗോ ചാറ്റിങ്ങിൽ പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും ഏതൊക്കെ ബ്രോക്കറുമായിട്ട് അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടി അസറ്റ് ക്ലാസ്, അതൊക്കെ ഓർഡർ ട്രേഡിങ്, ഓപ്ഷൻ ട്രേഡിങ്, അങ്ങനെ കാര്യങ്ങൾ ഡിവൈസ് ഉണ്ട്. കണക്ട് ചെയ്ത ബ്രോക്കേഴ്സൊക്കെ കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള വ്യക്തമായി ഏതൊക്കെ ബ്രോക്കർ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാനും ബാക്കി വേണ്ടി കാര്യങ്ങൾക്ക് ഇത് കൃത്യമായി നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞത് കണ്ടോ നിങ്ങൾ, ഞാനിപ്പം ഇതിനകത്ത് മാർക്കറ്റ് പ്രൊഫൈൽ ഇവിടെ നിഫ്റ്റി, ഇവിടെ മാർക്കറ്റ് പ്രൊഫൈൽ ഇത്. അതേസമയം നിങ്ങൾക്ക് ഇവിടെ കണ്ടോ നിഫ്റ്റിയുടെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ 5 മിനിറ്റ്സ് 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബേസിക് ആയ രീതിയിൽ മൾട്ടി ലെയർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഗോ ചാർട്ടിങ്ങിൻ്റെ പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ കറുപ്പും ഇങ്ങനെയുള്ള ഒരു കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതിക്ക് അവിടെ ഈ പറഞ്ഞതിനകത്ത് സെറ്റിങ്സിനകത്ത് പോയി നിങ്ങൾ കളർ മാറ്റി ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സോ ഗോ ചാർട്ടിങ് കേരളത്തിൽ ഗോ ചാർട്ടിങ്ങും ഗ്രേറ്റ് ഈഗിൾ ടെക്കുമായിട്ടാണ് പാർട്ണർഷിപ്പ് വന്നിങ്ങനെ. നമ്മുടെ ഗ്രേറ്റ് ഈഗിൾ ക്യാപിറ്റൽ ലെറ്റർ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഗ്രേറ്റ് സ്പേസ് ഈഗിൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% മന്ത്ലി പ്ലാൻസിൽ ഓഫർ കിട്ടുന്നതാണ്. സോ എല്ലാവർക്കും ഈ ഗോ ചാർട്ടിങ്ങിൻ്റെ മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ സെറ്റിംഗ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. Take care and happy weekend to all of you.